ഒരാളോട് കടം വാങ്ങില്ല. അങ്ങനെ സാധാരണ നമ്മളിപ്പം ഞങ്ങൾ ടീച്ചർമാരെല്ലാം അന്യോന്യം കടം വാങ്ങുമ്പോൾ എന്തെല്ലാം ചെയ്യും. അപ്പൊ അങ്ങനെ സഖാവ് ഒരാളോട് കടം വാങ്ങൂല. സഖാവ് ഉള്ളതിനനുസരിച്ച് അന്നും ജീവിക്കും. ഇത് ഒരു കടം കൊടുക്കൂല, ഒരാൾക്ക് 10 പൈസ കൊടുക്കൂല. അതാണ് സഖാവ് ഒരാളോട് കടം വാങ്ങൂല, സഖാവ് ഒരാൾക്ക് 10 പൈസ കടം കൊടുക്കൂല. സാറിന് ഭയങ്കര ഇഷ്ടാന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ? ഒരുപാട് പേന ഭയങ്കര ഇഷ്ടമാണ്. അത് എഴുത്തല്ലേ? എവിടെ ചെന്നാലും പേന 10-22 പുസ്തകമുണ്ട് എന്റെ വന്നിട്ട്. അതാണ് പേന ഇത്ര ഇഷ്ടം അല്ലേ? പേനക്ക് ഇഷ്ടം. അല്ല, വേറെ താല്പര്യം ഈ പേനയും വാച്ചും, അത് മാത്രമേ ഉള്ളൂ. ആണല്ലേ? ഏറ്റവും ഇഷ്ടം ഇത് രണ്ടുമാണോ? അതെ, പേന വാച്ചു. അത് സമയം നോക്കാൻ. സാർ വെളി രാജ്യങ്ങൾ മാർപ്പാപ്പയായിട്ടൊക്കെ കൂടിക്കാഴ്ച ഉണ്ടല്ലോ. അത് ലോകത്തിൽ 2 കമ്മ്യൂണിസ്റ്റുകാരെ മാർപ്പാപ്പയെ കണ്ടു. ഒന്ന് കാസ്ട്രോ, രണ്ടാമത്തെ ഇ കെ നായനാണ്. 2 പേര്. എന്തോ ഓർമ്മ. ഞാൻ ഇത് കൊടുത്തു അദ്ദേഹത്തിന് ഗീത. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാതൃഭൂമി എനിക്ക് തന്നെ ഞാൻ പോകുമ്പോ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അയാൾ കൊടുത്തു. അയാളൊരു മാല, വെഞ്ചിരിക്കുന്ന മാല എനിക്ക് തന്നു. കൊന്ത അല്ലേ? കൊന്ത എന്ത് ചെയ്തു വന്നിട്ട്? കൊന്ത ഇവള് തൂട്ടിച്ചിട്ട് ആണല്ലേ? ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് ആർക്കും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എന്റെ വേണ്ട. പലരും ചോദിച്ചോ ടീച്ചർ? മലയാളം സഖാവിന്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇവിടെ എത്ര ആളുകൾ വരും? അപ്പൊ അത് ആർക്കും കൊടുത്തില്ല, ഞാൻ തന്നെ. ടീച്ചർ നേരത്തെ പറഞ്ഞു ടീച്ചർ ദൈവവിശ്വാസിയാണല്ലോ, പക്ഷെ സാറിന് അതെ, അവള് ദൈവവിശ്വാസി. വിരോധം ഇല്ലേ അതിനെപ്പറ്റി? ഞാൻ നേരെ കൗണ്ടറാണ്. സാറിന് വിരോധം ഇല്ലേ ടീച്ചർ? ഇല്ല, കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു പദമുണ്ട് ഇംഗ്ലീഷിൽ. നിന്റെ ഇഷ്ടപ്രകാരം നീ, ക്രിസ്തുദേവൻ പറഞ്ഞല്ലോ, നിന്നെ പൊറപ്പിക്കട്ടെ നിന്റെ വിശ്വാസപ്രകാരം, വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അല്ലെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ക്രിസ്തു നിന്നെ രക്ഷിച്ചോ, എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. അത്രയല്ല വ്യത്യാസം. നീ എന്തിനാ നിർബന്ധിക്കുന്നത്? എസ്തോസ് പറഞ്ഞില്ലേ? അല്ല, അന്നത്തെ ഇയാൾ തൂക്കാൻ വിധിച്ചില്ലേ ജഡ്ജി? ഇതിന്റെ കള്ളനെ വിട്ട് ക്രിസ്തുവിനെ തൂക്കാൻ വിധിച്ചു. അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. അറിയില്ലേ? എന്നാലേ അവിടെ പോയാലേ അവിടെ ഒരു പത്രോസ് ഉണ്ട്. പത്രോസാണ് ഇയാളുടെ ശിഷ്യന്മാരിലെ അല്ലല്ല, പിലാത്തോസ് മറ്റേ ജഡ്ജി. ഇത് പത്രോസ് അയാളുടെ പ്രഥമ ശിഷ്യൻ പത്രോസാണ്. ഇയാൾ തൂക്കിക്കൊന്നതിന് ശേഷം പത്രോസാണ് ഈ ക്യാമ്പയിൻ നടത്തിയത് ലോകത്തിൽ, അല്ലെങ്കിൽ അവിടെ. അവസാനം പത്രോസ് ശത്രുക്കളോട് പറഞ്ഞു, എന്നെ നിങ്ങളുടെ തല കീഴോട്ടാക്കിയിട്ട് വെട്ടിക്കൊല്ലണം.